സർ, ഈ സ്വസ്ഥ ജീവിതത്തിന് അലിവുള്ള ഉം. ഹൃദയമാണ്, അല്ലാതെ പ്രായോഗികത നിറച്ച ബുദ്ധി അല്ല വേണ്ടത് എന്ന് പറയാറുണ്ട്. പക്ഷെ പ്രായോഗികത നിറച്ച ബുദ്ധിയും ഇന്നത്തെ കാലത്ത് വേണ്ടേ സർ? അലിവുള്ള ഹൃദയം സ്വസ്ഥമായ ജീവിതത്തിന് വേണ്ടത് എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത് പരിശോധിക്കാൻ നമുക്ക് ആദ്യം. അസ്വസ്ഥതയ്ക്ക് കാരണമായിരിക്കുന്നത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതും നമ്മുടെ മമതയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഈ മമതയും സ്വാർത്ഥതയും ഒക്കെ ഇന്നലെ ഉണ്ടായിരുന്നു ഈ പണ്ട്. മമതയും സ്വാർത്ഥതയും ഒക്കെ തന്നെ നമ്മളെ മനസ്സിലേക്ക് കടത്തിക്കൊണ്ട് വരുന്നത് പ്രായോഗികമായ ജീവിതത്തിന് വേണ്ടിയാണ്. ജീവിതം പ്രായോഗികമായി കൊണ്ടുപോകുന്നതിന് വേണ്ടി മമതയും സ്വാർത്ഥതയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ, ഞാൻ ഇന്നലെ സാറിനോട് ഏതോ ഒരു ഉത്തരത്തിൽ പറഞ്ഞതുപോലെ, അദ്ദേഹത്തിൻ്റെ ആസ്തികളെ വർദ്ധിപ്പിക്കുന്നതും നന്നായി പരിപാലിക്കുന്നതും ഒക്കെ സമൂഹത്തിൽ അദ്ദേഹത്തെ നല്ല വിജയമായിട്ട് കാണുന്നുണ്ട്. ഇനി ആധ്യാത്മിക ജീവിതത്തിൽ പോയവരുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ആധ്യാത്മിക ജീവിതത്തിൽ സമൂഹം ആദരിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നത് ആരെയാണെന്നറിയാമോ? ഈ ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ വിജയം സന്യാസത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിൽ നേടുന്നവരെയാണ്. സാറൊരു അവധൂതനെ കണ്ടു. ഒരു അവധൂതൻ അദ്ദേഹം പ്രത്യേകിച്ച് യാതൊരു ചിഹ്നങ്ങളുമില്ലാതെ, പ്രത്യേകിച്ച് ആരോടും സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ ജീവിക്കുകയാണെന്ന് വെച്ചോളൂ. അദ്ദേഹത്തിൻ്റെ അടുത്ത് യഥാർത്ഥ ജിജ്ഞാസുക്കളായിരിക്കുന്ന ആൾക്കാരെത്തും, തീർച്ചയായിട്ടും എത്തും. ചില അർത്ഥാർത്ഥികളും എത്തും. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അർത്ഥാർത്ഥികളും ചിലരെത്താറുണ്ട്. മായിയമ്മയുടെ അടുത്ത് മായിയമ്മയെ ഹോട്ടലിൽ കയറ്റാൻ വേണ്ടി ഹോട്ടൽ ഉടമസ്ഥന്മാർ നോക്കിയിരുന്നു എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെ എല്ലാ തരത്തിലും ഉള്ള ആൾക്കാരവിടെ എത്തും. പക്ഷേ അത്രയേ ഉള്ളൂ. അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതാരും അറിയുകയുമില്ല. അതൊന്നും അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കപ്പെടുകയുമില്ല. അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരത്തിലെത്താറുമില്ല, ഓർമ്മയിൽ നിൽക്കാറുമില്ല. അത് പരിശുദ്ധമായിരിക്കുന്ന അവധൂത വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അവധൂത വൃത്തി അങ്ങനെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചുകൊണ്ടും അവധൂതനായിട്ടിരിക്കാം. അവധൂതന് എന്തെങ്കിലും ഒരു ചിഹ്നം പാടില്ല എന്നാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ സംസാരിയുടെ ചിഹ്നവും സന്യാസിയുടെ ചിഹ്നവും അവനൊരുപോലെ തന്നെയാണ്. നേരെ മറിച്ച് ഒരു വേഷഭൂഷാദികളോടുകൂടി ആഡംബരത്തോടുകൂടി ആധ്യാത്മിക ജീവിതം നയിക്കുന്നെന്ന് അവകാശപ്പെടുന്നവരുടെ കാര്യം എടുത്തു നോക്കൂ. അവർക്ക് അനുവാചകരായിട്ടുള്ളവർ കാണും, ശിഷ്യന്മാർ കാണും, പ്രമുഖന്മാരായിരിക്കുന്ന ആൾക്കാർ അനുയായികളായിട്ട് കാണും. അവർക്ക് സമൂഹത്തിൽ വില കാണും. അവർ പറയുന്നത് കൊണ്ടാടാൻ വേണ്ടി സമൂഹം ഉണ്ടാവും. അവർ പറയുന്ന മണ്ടത്തരങ്ങൾ പോലും സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. ഇതൊക്കെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭൗതികമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഭൗതികതയ്ക്ക് നിസ്സാരതയുണ്ട് എന്ന് വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെ നിസ്സാരതയില്ലാത്ത സാഹചര്യത്തിലാണ് മനുഷ്യൻ സ്വാർത്ഥനാകുന്നതും മമതയുണ്ടാകുന്നതും അതുവഴി മമതയും സ്വാർത്ഥതയും ഒക്കെ തന്നെയും ദുഃഖമുണ്ടാക്കുന്നതുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സാറിനോട് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് ഓർക്കുന്നുണ്ടായി, മൂലാധാര ചക്രത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നിലനിൽപ്പ് എന്നുള്ളതോടൊപ്പം ഭയം എന്നും കൂടെ പറഞ്ഞു. നിലനിൽപ്പ് ഉണ്ടാക്കുന്നത് മൂലാധാര. അപ്പം ബേസിക്കലി റൂട്ടഡ് ആയിരിക്കുന്ന ഒരു പൃഥ്വിതത്വമാണല്ലോ മൂലാധാര തത്വത്തിൽ യോഗശാസ്ത്രം അവിടെ കൽപ്പിച്ചിരിക്കുന്നത്.
എർത്തിലി ആയിരിക്കുന്നവർ, മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നവൻ പ്രായോഗികനായിരുന്നേ മതിയാവുകയുള്ളൂ. അവൻ പറക്കാൻ പാടില്ല. ചില ആൾക്കാർ ആധ്യാത്മികതയൊക്കെ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ജീവിക്കാൻ മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. സഹജമായ അലസത കൊണ്ട് അവർ ജീവിക്കാൻ മറന്നു പോകുന്നതാണ്. അതിന് ആധ്യാത്മികതയ്ക്ക് കുറ്റമൊന്നുമില്ല. പക്ഷേ അവരുടെ അലസത ഒളിച്ചു വയ്ക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് ആധ്യാത്മികത അവർ കാണുന്നത്. അവർ ഈ ഭൗതിക ജീവിതത്തിനെയൊക്കെ നിസ്സാരമായിട്ട് കാണുന്നതായിട്ട് ഭാവിക്കുകയും ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ഭാവിക്കുന്നതായിട്ട് പറയുകയും അങ്ങനെയൊക്കെയുള്ള എസ്കേപ്പിസ്റ്റ് ടെൻഡൻസികൾ കാണിച്ചുകൊണ്ടിരിക്കുകയും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയും, എന്നാൽ അവരുടെ വ്യക്തിപരമായ ജീവിതമൊക്കെ വളരെ മനോഹരമായി കൊണ്ടുപോവുകയും ചെയ്യും. ഒരു നേരം ആഹാരം തെറ്റിക്കഴിഞ്ഞാൽ അവർക്ക് നിത്യപ്രതിയില്ല. അവരുടെ എല്ലാ സൗകര്യങ്ങളും കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അവർക്കിതിലൊന്നും യാതൊരു താല്പര്യവുമില്ലാന്ന് തോന്നും. അത്തരത്തിൽ സർവസംഘ പരിത്യാഗികളെ പോലെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. അവർ സമൂഹത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നത് പോലും. അങ്ങനെയുള്ളവരെ ബഹുമാനിക്കാൻ ആൾക്കാർ കാണും. അവരെ ബഹുമാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ഈ പരിപാലനം ഏറ്റുകൊണ്ട് അവർക്ക് നിത്യമായുള്ള വാക്കുകളും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. കാണുമ്പോൾ അവർക്ക് സ്വാർത്ഥതയില്ല, മമതയില്ല. എന്നാൽ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്വാർത്ഥതയുമുണ്ട്, മമതയുമുണ്ട്. അവർ ഭൗതിക ജീവിതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മണ്ണിലെ ജീവിതം വിട്ടിട്ട് വിണ്ണിലെ ജീവിതമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതായിരുന്നു വാസ്തവത്തിൽ ജൈമിയന്മാരുടെ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ അവസ്ഥ. സ്വർഗപ്രാപ്തി, കർമ്മങ്ങൾ ഇത്യാദി കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്ന സമയത്താണ് ശങ്കരാചാര്യ പരമ്പരയിൽ ഇതിനെയൊക്കെ തകർത്തുകൊണ്ടുള്ള വാഗ്വാദവും അദ്വൈത മതത്തിൻ്റെ സ്ഥാപനവും ഉണ്ടാകുന്നു. അദ്വൈത മതത്തിൻ്റെ സ്ഥാപനം ഉണ്ടാകുന്നത് തന്നെ ഒരു പരിധിവരെ പ്രായോഗികമായ ജീവിതത്തിലേക്ക് മനുഷ്യൻ വരുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ വേറൊന്നിനെ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നും കൂടെയാണ് അതിനകത്ത് മായാവാദം അത് ഉറപ്പിക്കാനുള്ള ഒരു സിമെൻറ്റിംഗ് ഫോഴ്സ് മാത്രമാണ്. അല്ലാതെ മനുഷ്യനെ വിരക്തനാക്കാനുള്ള ഒരു ഉപായമല്ലായിരുന്നു. ശങ്കരാചാര്യർ ആണല്ലോ അതിനെക്കുറിച്ച് സംസാരിച്ച്. ശങ്കരാചാര്യർ പറയുന്നു, യോഗരഥോവ ഭോഗരഥോവ സംഘരഥോവ സംഘവിഹീന. യോഗത്തിൽ രതിയുള്ളവനാകട്ടെ, ഭോഗത്തിൽ രതിയുള്ളവനാകട്ടെ, സംഘത്തിൽ രതിയുള്ളവനാകട്ടെ, സംഘത്തിൽ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റുകളിൽ സംഘത്തിലൊക്കെ ഉണ്ടായി താല്പര്യമുള്ളവനാകട്ടെ, സംഘവിഹീനനാകട്ടെ, സംഘമില്ലാത്തവനാകട്ടെ, യസ്യ ബ്രഹ്മണി രമതേ ചിത്തം. ആരാണോ ബ്രഹ്മത്തിൽ രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആരാണോ ബോധവാനായിരിക്കുന്നവൻ, നന്ദതി നന്ദതി നന്ദത്തേവ. അവനാണ് ശ്രേഷ്ഠൻ, അവനാണ് ശ്രേഷ്ഠൻ, അവൻ മാത്രമാണ് ശ്രേഷ്ഠൻ എന്ന് ശങ്കരാചാര്യർ പറയുന്നു. എന്തുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നു? ഈ ശ്രേഷ്ഠനായിരിക്കുന്നവൻ യോഗരഥനോ ഭോഗരഥനോ ആവാം, സംഘരഥനോ സംഘവിഹീനനോ ആവാം. ഈ രണ്ട് വഴിയും കൊടുത്തിരിക്കുകയാണ്. അല്ലാതെ ഒരിക്കലും അദ്ദേഹം മായാവാദം കൊണ്ടുവന്ന് മനുഷ്യനെ ചുമ്മാ ഇരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതല്ലായിരുന്നു. അത് മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ ഞാൻ ഇന്നലെ പറഞ്ഞത് വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ, ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തു. അല്ലാതെ വരട്ട് വേദാന്തവും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറി ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഒരിക്കലും. അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടിയാണ് മമത, സ്വാർത്ഥത ഇവയെല്ലാം കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്ന് സ്വാഭാവികമായിട്ട് മൂലാധാര ചക്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭയം കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിലനിൽക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ, ഒരു മരം, ഒരു ചെടി മരമായി തീരുന്നതിന് വെയിൽ ആവശ്യമുണ്ടെങ്കിൽ വെയിൽ എവിടെ നിന്ന് കിട്ടുമോ ആ വെയിലിൻ്റെ വളവിലേക്ക് വളരുന്നത് പോലെയും, ജലം എവിടെ നിന്ന് കിട്ടുമോ അവിടേക്ക് വേരുകൾ ഒട്ടിക്കുന്നത് പോലെയും നിത്യമായിരിക്കുന്ന ഭയം കൊണ്ടാണ് നിലനിൽപ്പ് നടന്നു പോകുന്നത്.
ഭയത്തെ ഒരു നെഗറ്റിവിറ്റി ആയിട്ട് നിലനിൽപ്പിനെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് സാറ് കാണുന്നു. സാറെന്നല്ല, എല്ലാവരും കാണുന്നു. നിലനിൽപ്പാണ് പോസിറ്റീവ്, ഭയം നെഗറ്റീവാണ്. നിലനിൽപ്പിനെ തടുക്കുന്നത് എന്താണോ അത് ഭയം. അപ്പോൾ നിലനിൽപ്പ് നിൽക്കുന്നത് ഏതിൻ്റെ ബലത്തിലാണെന്ന് സാറിനറിയാമോ? ഭയത്തിൻ്റെ ലെവലിലാണ്. ഒരു കുട്ടി എങ്ങനെയാണ് നടക്കാൻ പഠിക്കുന്നതെന്നറിയാമോ? പലവട്ടം വീണാണ് നടക്കാൻ പഠിക്കുന്നത്. ഈ വീഴ്ചകളെന്ന് പറയുന്ന നെഗറ്റിവിറ്റിയാണ്. അതായത് നമ്മൾ വീണുകൊണ്ടിരിക്കുകയല്ലല്ലോ. ഈ പ്രായത്തിൽ ഞാനെന്ന് വീഴുകയാണെങ്കിൽ അതൊരു അതിശയമായിട്ട് ആളുകൾ കാണും. അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. വേറെ ആരെങ്കിലും വീഴുകയാണെങ്കിൽ ഉടൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കുട്ടി വീഴുകയാണെങ്കിൽ കുട്ടിയെ എടുക്കാനും കുട്ടിയെ കരയിക്കാതിരിക്കാനും വേണ്ടി കുട്ടിയെ എടുക്കുന്നതല്ല, കുട്ടി വീഴുക എന്നുള്ളത് കുട്ടിയുടെ സഹജമായിരിക്കുന്ന സ്വഭാവമായിട്ട് കാണും. അപ്പം ഈ പ്രായത്തിൽ ഇത് നെഗറ്റിവിറ്റിയാണ്, ആ പ്രായത്തിൽ ആ നെഗറ്റിവിറ്റി ആവശ്യമാണ്. അപ്പോൾ ആ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന സംഗതി കൂടിയാണ് ആ കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലെ പല നെഗറ്റിവിറ്റികളും പോസിറ്റിവിറ്റികളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അത്തരത്തിലൊന്നാണ് ഫിയർ. ആ ഫിയർ നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമില്ല. ആ ഫിയർ നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിൽ നിന്ന് സസ്റ്റനൻസ്, നിലനിൽപ്പ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് മനുഷ്യൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്, മനുഷ്യൻ ശ്രദ്ധാവാനായിത്തീരുന്നത്, അതിൽ ബദ്ധശ്രദ്ധനായിത്തീരുന്നത്. അതുകൊണ്ട് ആ ഭയം നിലനിൽക്കുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി അവന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഈ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് ആ ശരീരം പ്രവർത്തിക്കുന്നതിനാവശ്യമായ ബുദ്ധിയും അതിൻ്റെ പ്രവർത്തനവും ഉണ്ടായേ മതിയാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കാൻ സാധ്യമല്ല. ഏറ്റവും കൂടുതൽ സ്വസ്ഥത അനുഭവിക്കുന്ന ആരാണ്? സ്വസ്ഥം എന്നറിഞ്ഞാൽ സ്വസ്ഥാനത്തിരിക്കുന്നത്. ഒരുവൻ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അമ്മയുടെ അടുത്തുള്ള കട്ടിലിൽ കിടക്കുകയാണ്. അതാണ് അവൻ്റെ സ്വന്തം സ്ഥാനം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ, കട്ടിലിൽ കിടന്നുകൊണ്ടിരിക്കുന്നവൻ, എഴിക്കാത്തവനല്ലേ സ്വസ്ഥൻ? അല്ല, പക്ഷെ അവനാണ് സ്വസ്ഥൻ. അപ്പോൾ അസ്വസ്ഥൻ എന്ന് പറയുന്നത് എണിച്ച് നടക്കാൻ തുടങ്ങുന്നത് മുതൽ അവൻ അസ്വസ്ഥത ആരംഭിക്കുന്നു. അവന് കിടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ കിടന്നുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ പ്രകൃതി അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ എഴിച്ച് നടക്കുകയും പലവട്ടം വീഴുകയും വീഴുമ്പോൾ നടക്കാൻ പഠിക്കുകയും അങ്ങനെ അവൻ ഓട്ടക്കാരനാവുകയും ചെയ്യും. PT ഉഷ പോലും വീണാണ് നടക്കാൻ പഠിച്ചത്. അപ്പോൾ ആ നെഗറ്റിവിറ്റി ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണോ പോസിറ്റീവാക്കി തീർക്കുന്നത്, അതുപോലെ ആ ഭയം നിലനിൽപ്പിനെ സഹായിക്കുന്നു. ഫിയർ എക്സിസ്റ്റൻസിനെ, സർവൈവലിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് മൂലാധാര ചക്രത്തിൻ്റെ പ്രവർത്തനം. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലേ മുകളിലോട്ട് പോകാനൊക്കെ ഉള്ളൂ എന്നാണ്. കുണ്ടലിനി സഹജമായി ഉണരുന്നത്, അതായത് അതിൻ്റെ കൈവല്യ സ്വരൂപത്തിലേക്കുള്ള യാത്ര സ്വയം നടത്തുന്നത് ഈ ബോധത്തോടുകൂടി മാത്രമാണ്. എപ്പോഴാണോ നമുക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭയത്തെ ഉപയോഗിച്ചുകൊണ്ട് നിലനിൽക്കുന്നതിന് നമ്മൾ ക്രിയാത്മകമായി നമ്മുടെ നിലനിൽപ്പ് കൈകാര്യം ചെയ്യുന്നുവോ, അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് അതിൽ നിന്ന് വാസ്തവത്തിൽ, അതായത് മനസ്സെന്ന് പറയുന്ന മൊത്തത്തിലുള്ള നമ്മുടെ സത്ത സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് പ്രവേശിച്ച് തുടങ്ങുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് ഇത് പോകുന്നത് താൽക്കാലികമായൊരു യാത്ര മാത്രമാണ്. വീണ്ടും വന്ന് മൂലാധാര ചക്രത്തിൽ തന്നെ വന്ന് നിൽക്കുന്നു. യോഗശാസ്ത്രക്കാർ പറയുന്നത് പോലെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് പോകുമ്പോൾ ഇച്ഛകൾ, ആഗ്രഹങ്ങളുണ്ടാകും. ആഗ്രഹങ്ങൾ എന്നുള്ളതല്ല, പ്രധാനമായിട്ട് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നു. സുഖാനുഭവങ്ങളുടെ ഇരിപ്പിടമാണ് സ്വാധിഷ്ഠാന ചക്രം. അവിടെയുള്ളത് കുറ്റബോധമാണ്. ഞാൻ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞു. ആ വിഷയം കുറ്റബോധമാണ്. ആ കുറ്റബോധം എന്ന് പറയുന്നത്
സ്വാധിഷ്ഠാന ചക്രത്തിലെ നെഗറ്റീവ് ഫോഴ്സ്, സ്ത്രൈണമായിരിക്കുന്ന ഫോഴ്സ്, അതും പോസിറ്റീവായിരിക്കുന്ന ഫോഴ്സ് സുഖാനുഭവങ്ങളുമാണ്, പ്രഷറുകളുമാണ്. പ്രഷർ, പെയിന് ഇതിലോട്ടൊക്കെ പോകുന്നതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഗിൽറ്റുകൾ. സുഖാനുഭവങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതൊക്കെ കുറ്റബോധങ്ങളാണ്. ഈ കുറ്റബോധങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സർവൈവൽ ബേസ് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. എപ്പോഴാണോ ഫിയർ കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സർവൈവ് ചെയ്യുന്നത്, അവിടെ ഗിൽറ്റ് എന്ന് പറയുന്നത് സൂക്ഷിച്ചുപയോഗിച്ചുകൊണ്ട് പ്രഷറുകളിലേക്ക് പോകാനുള്ള കഴിവുണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് മൂന്നാമതേക്ക് കയറുമ്പോഴാണ് എനർജി, ശരീരത്തിനകത്തെ ആ അഗ്നി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മണിപൂര ചക്രത്തിലേക്ക് പോകുന്നത്. അവിടെ വിൽ പവറിൻ്റെ സ്ഥലമാണെന്ന് ഞാൻ അന്ന് സൂചിപ്പിച്ചു. ഇച്ഛാശക്തിയുടെ സ്ഥലമാണ് അവിടെ. ഞാൻ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞൊരു ബോധമാണ് അവിടെ എൻ്റെ സംസ്ഥയിൽ അവിടെ ഉള്ളത്. ഞാൻ നിലനിൽക്കുന്നു എന്ന് മൂലാധാര ചക്രത്തിൽ, ഞാൻ ആനന്ദിക്കുന്നു എന്ന് രണ്ടിലും, മൂന്നാമത് ഞാൻ നിയന്ത്രിക്കുന്നു എന്നൊരു ബോധത്തിലേക്കും പ്രവേശിക്കുകയാണ്. അപ്പോൾ അതുവരെ എൻ്റെ നിയന്ത്രണം പൂർണ്ണമല്ല. ഞാൻ നിയന്ത്രണം പൂർണ്ണമാകുന്ന എപ്പോഴാണ്? ശരിയായ രീതിയിൽ എൻ്റെ ഇച്ഛാശക്തിയെ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ്. എൻ്റെ ഇച്ഛാശക്തിയെ ഉപയോഗിച്ച് തുടങ്ങുന്നതിനുള്ള തടസ്സം എന്താണ്? ലജ്ജയാണ്. ലജ്ജയാണ് അവിടെ സ്ത്രൈണശക്തി. ആ ലജ്ജ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഹ്രീ, മതി, ലജ്ജ, മുമുക്ഷത്വം, ഉപരതി, തിദിക്ഷ ഇതൊക്കെ പറഞ്ഞ് സൽഗുണങ്ങളായിട്ട് തന്നെ വരുന്നുണ്ട്. ആ ലജ്ജ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കുകയും ഉപയോഗിക്കേണ്ടാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുകയും ആവശ്യത്തിന് ഈ വിൽ പവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വിൽ പവർ കഠിനമായി ലജ്ജാരഹിതമായിട്ട് ഉപയോഗിക്കുന്നവരെയാണ് ദാനവന്മാരെന്ന് വിളിക്കുന്നത്. വിൽ പവർ, ആ ഇച്ഛാശക്തി അവർക്ക് ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. നന്മയുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ദേവന്മാരെന്ന് വിളിക്കുന്നു. അവർക്കും ലജ്ജയില്ല. ലജ്ജ മനുഷ്യന് മാത്രമാണുള്ളത്. അപ്പം ആ ലജ്ജാരഹിതമായിട്ട് അല്ല ജീവിക്കേണ്ടത്. ലജ്ജയുണ്ടാവും. ലജ്ജ ഏറ്റവും ഓപ്റ്റിമമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വിൽ പവർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനടുത്ത ചക്രത്തിലേക്കാണ് സ്നേഹം ഉണ്ടാവുന്നത്. ഈ സ്നേഹമുണ്ടാകുന്നതിന് തടസ്സം എന്താണ്? സ്നേഹത്തിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലം എന്ന് ഓപ്പോസിറ്റായിട്ടുള്ള ഫോഴ്സ്, ബ്ലോക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രീഫാണ്, ദുഃഖമാണ്. കാമോ ഗന്ധർവ തസ്യാഥയ അപ്സരസഹ എന്ന് അഭ്യാദനങ്ങൾ ആണെന്ന് തോന്നുന്നു. ഋഗ്വേദത്തിലെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. കുറേ യോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. യജ്ഞങ്ങളിലൊക്കെ രാഷ്ട്രപൃത്തുക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗം ഹോമിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ഓരോ യോഗങ്ങൾക്കായിട്ടുള്ള ആഹുതികൾ കൊടുക്കുന്നിടത്ത് ഗന്ധർവന്മാരെ ആയിട്ട് പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങളെയും സങ്കല്പിക്കുന്നു. അവയുടെ ആ ഗന്ധർവൻ്റെ അപ്സരസായിട്ട് അതിൻ്റെ ഫീമെയിൽ ഫോമായിട്ട് മറ്റൊരു വിഷയത്തെയും സങ്കല്പിക്കുന്നു. ഇവയ്ക്കായിട്ട് ആഹുതികൾ കൊടുക്കാറുണ്ട്. കാമൻ ഗന്ധർവനാണെങ്കിൽ, ആഗ്രഹങ്ങളാണ് ഗന്ധർവനെങ്കിൽ തസ്യാതയ അതിൻ്റെ അപ്സരസുകൾ എന്ന് പറയുന്ന ആധികളാണ്, ദുഃഖമാണെന്ന് പറയുന്നു. ഇതാണ് ഹൃദയ ചക്രത്തിലെ പ്രാധാന്യം. പ്രേമം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണോ ഈ പ്രപഞ്ചം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഗോളങ്ങൾ പരസ്പര ആകർഷണത്തിൽ നിൽക്കുകയും പരസ്പരം പൊസസ് ചെയ്യാതിരിക്കുകയും പരസ്പരം കയ്യിൽ എടുക്കാതിരിക്കുകയും അവരെ ഉടമസ്ഥതയിൽ വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത്, ആ ബോധത്തിൽ എല്ലാവരോടുമുള്ള ഈ ഒരേപോലുള്ള വികാസത്തിലുള്ള സ്വഭാവത്തെയാണ് പ്രേമം എന്ന് വിളിക്കുന്നത്, സ്നേഹം എന്ന് വിളിക്കുന്നത്. അതാണ് ഹൃദയചക്രത്തിൽ ഉണ്ടാകേണ്ടത്.
ആ ഹൃദയചക്രത്തിൽ ഉണ്ടാകേണ്ട പ്രേമം എന്ന് പറയുന്നത് വികാസമാണ്, സങ്കോചമല്ല. ഈ സങ്കോചം ഉള്ളിടത്ത് എന്തുണ്ടാവും? അതിൻ്റെ നെഗറ്റീവ് ഫോഴ്സ്, ബ്ലോക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രീഫാണ്, ദുഃഖമാണ്. ഈ ദുഃഖം ആക്റ്റീവാകുന്നു. ഈ ദുഃഖം ആക്റ്റീവാകുന്നത് കൊണ്ട് പ്രേമം വികസിക്കുകയില്ല. പ്രേമം വികസിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഗ്രീഫ് വരുന്നതിന് മുമ്പ് തന്നെ പ്രേമം സങ്കോചിച്ച് ഒരു സ്ഥലത്ത് സങ്കോചിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ നമ്മുടെ സ്വാർത്ഥത കൊണ്ടുണ്ടാവും. കാരണം നമ്മൾ പരമാവധി നിലനിൽപ്പിലാണ് നിൽക്കുന്നത്, മൂലാധാര ചക്രത്തിൽ ബേസ് ചെയ്താണ്ട് നിന്നുകൊണ്ടാണ് മുകളിലോട്ട് യാത്ര ചെയ്തുകൊണ്ട്. ഇവിടെയൊന്നും സ്ഥിരമായിട്ട് നമുക്ക് സ്റ്റോപ്പില്ല. നമ്മുടെ ബസ്സിൻ്റെ ഡിപ്പോ എന്ന് പറയുന്നത് എപ്പോഴും മൂലാധാര ചക്രത്തിൽ കിടക്കുന്നത് കൊണ്ട് ആ നിലനിൽപ്പിനെ ബേസ് ചെയ്താണ് പ്രേമിക്കാൻ പോലും പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ ദുഃഖം കൂടെ ഉണ്ടാകുന്നു. കാരണം എന്ത്? അത് വികാസമല്ല, സങ്കോചമാണ്. സങ്കോചം എന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിൻ്റെ സത്യത്തിന് വിരുദ്ധമായിരിക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തിയെ മാത്രം നമ്മൾ ഇഷ്ടപ്പെടുക, ആ വ്യക്തിയെ മാത്രം നമ്മൾ സ്വന്തമാക്കി പിടിച്ചു വയ്ക്കാൻ നമ്മൾ ബലം പിടിക്കുക, നമുക്ക് നമ്മുടേത് മാത്രമാണെന്ന് തോന്നുക. ഈ തോന്നലുകളിൽ ദുഃഖം കൂടെ ഇരിക്കുന്നു. അതിനെ കാമമെന്ന് വിളിക്കുന്നു. കാമോ ഗന്ധർവ തസ്യാഥയ അപ്സരസഹ എന്ന് പറയും. അപ്പോൾ ഗന്ധർവൻ കാമം എന്ന ഗന്ധർവൻ ആണെങ്കിൽ ആ ഗന്ധർവൻ്റെ അപ്സരസുകൾ എന്ന് പറയുന്നത് ആധികളാണ്. ഈ ഭാഗം എന്ന് പറയുന്നത് വളരെ രസമാണ് കേട്ടോ. ഓരോ കാര്യങ്ങളിലും ആ മേഘമാണ് ഗന്ധർവനെങ്കിൽ ഇടിമിന്നലാകുന്നു അപ്സരസുകൾ. ഇങ്ങനെ ഇപ്പം ഈ ഉദാഹരണം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ഇതാണ് ജോഡികൾ. ഈ ജോഡികളെ യോഗങ്ങൾ എന്ന് വിളിക്കും. ഓരോ യോഗത്തിനും ഒരു പേരുമുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആധികൾ അപ്സരസുകളാകുന്നത് കാമനാകുന്ന ഗന്ധർവനാണ്. കാവ്യാത്മകമാണ്. ഇതെല്ലാം കാവ്യം തന്നെയാണ്. ഏറ്റവും മനോഹരമായിരിക്കുന്ന കാവ്യമാണ്. അപ്പോൾ ഈ പ്രേമാനുഭവം ഉണ്ടാകുന്നിടത്താണ് സാറ് ആദ്യം ആവശ്യപ്പെട്ട തുറന്ന ചിന്തയെന്നോ സാറെന്തോന്നോ ഈ പറഞ്ഞ സ്വസ്ഥത ഉണ്ടാക്കുന്നതിനാവശ്യമായ അലിവ്, അങ്ങനെ എന്തോന്നോ സാറ് ചോദിച്ചു. സാറെന്താണ് ചോദിച്ചത്? ശരി. അലിവുള്ള ഹൃദയം എന്ന് പറയുന്നതാണ് പ്രേമപൂർണമായിരിക്കുന്ന ഹൃദയം. ആ പ്രേമപൂർണമായിരിക്കുന്ന ഹൃദയത്തിൽ എത്താൻ വേണ്ടി സാറ് ഏതൊക്കെ പടികൾ കയറേണ്ടി വരുന്നു നോക്കി പോകും. 3 പടികൾ കയറിയിട്ട് വേണം അവിടെ എത്താൻ. ആദ്യത്തെ പടിയുടെ പേര് ലം എന്നാണ്, അത് മൂലാധാര ചക്രം. രണ്ടാമത് വം എന്നാണ്, അത് സ്വാധിഷ്ഠാന ചക്രം. മൂന്നാമത് രം എന്നാണ്, അത് മണിപൂരക ചക്രം. ഈ 3 പടികൾ സാർ ഈ പടി യോഗശാസ്ത്രം കൊണ്ട് കയറേണ്ടതല്ല. മറിച്ച് ഞാനീ പറഞ്ഞ പോലെ ഭയം കൊണ്ട് നിലനിൽപ്പിനെ റെഡിയാക്കിയെടുക്കുക, തയ്യാറാക്കുക. ഭയം കൊണ്ട് നിലനിൽപ്പിനെ തയ്യാറാക്കി സജീവമാക്കിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തേത് ആനന്ദം. ആനന്ദത്തിനെ തടസ്സപ്പെടുത്തുന്നത് കുറ്റബോധത്തെ കൊണ്ട് ആനന്ദത്തെ തയ്യാറാക്കിയെടുക്കുക. ലജ്ജ കൊണ്ട് ഇച്ഛാശക്തിയെ തയ്യാറെടുക്കുക. ഇതെല്ലാം ആകുന്നവൻ്റെ ഹൃദയത്തിലാണ് പ്രേമം ഉണ്ടാകും, യഥാർത്ഥ പ്രേമം ഉണ്ടാകും. ആ പ്രേമം ഉള്ളിടത്ത് ആണ് സ്വസ്ഥത ആരംഭിക്കുന്നത്. അവിടെയാണ് നമ്മുടെ യഥാർത്ഥ സ്ഥാനം, അല്ലാതെ മറ്റൊന്നും അല്ല സ്വസ്ഥത. അതുകൊണ്ടാണ് രമണ മഹർഷി പറയുന്നത് സഹസ്രാരത്തിൽ നിന്ന് കുണ്ടലിനി ഹൃദയത്തിൽ വന്ന് അടങ്ങണം എന്ന് പറയുന്നത്. വളരെ പണ്ട് 5 വർഷം മുമ്പ് നമ്മളൊരു ചർച്ചയിൽ, അരുണാചലത്തെ യാത്രയിലെ ചർച്ചയിൽ നമ്മുടെ ഒരു ചർച്ചയിൽ വന്നൊരു ചോദ്യമാണ്. അത് ആ ഗ്രന്ഥത്തിലൊക്കെ വന്നു കഴിഞ്ഞു. ഹൃദയത്തിൽ അണങ്ങണമെന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞു. ഇനി പല കാരണങ്ങളുണ്ട്. അതിലൊന്നിതാണ് സ്വസ്ഥത എന്ന മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഹൃദയത്തിൽ പ്രേമം ഉണ്ടായിരിക്കണം. അവിടെ ദുഃഖം ഇതിനോടൊപ്പം ഉണ്ടാകുന്നു. അതിനെ ഓവർകം ചെയ്യുന്നതിന് ദുഃഖരഹിതനായി തീരണമെന്നുണ്ടെങ്കിൽ വിശ്വപ്രേമം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് വരുന്നതെന്ന് സാർ ആലോചിച്ച് നോക്കൂ.
സാറിന് ഒരാൾക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നതൊക്കെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു. വിശ്വപ്രേമമാണ് ഉള്ളതെങ്കിൽ പിന്നെ അവിടെ ഒന്നും പിടിച്ചു നിൽക്കാനൊന്നും തന്നെ ഇല്ല. പിന്നെ അവിടെ എന്ത് പ്രശ്നമാണുള്ളത്? അങ്ങനെ ഇരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് വിശുദ്ധി ചക്രത്തിൽ സത്യം ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. സത്ത് ആദ്യമായി ഉണ്ടാകുന്നത് ശബ്ദമായിട്ടാണ്. അതുകൊണ്ടാണ് ആ തൊണ്ടയിൽ തന്നെ ആകാശതത്വമായിരിക്കുന്ന ചക്രം സൂചിപ്പിക്കുന്നത്. ആ സത്യത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ളമാണ്. സത്ത് അസത്ത് എന്നുള്ള അർത്ഥത്തിലും അതിനെ മനസ്സിലാക്കണം. നിത്യമായിരിക്കുന്നത് അനിത്യമായിരിക്കുന്നത്, ഇത് രണ്ടും ആ ചക്രത്തിലൂടെ ആണ് വിശുദ്ധിയിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ പ്രകടിപ്പിക്കുന്നു എന്ന ഒരവസ്ഥയിലാണ് ഞാൻ ആ വിശുദ്ധി ചക്രത്തിൽ നിൽക്കുന്നതെങ്കിൽ ഞാൻ സാക്ഷിയാണ് എന്നൊരു ബോധത്തിലേക്കാണ് അടുത്ത ചക്രത്തിലേക്ക് ആജ്ഞയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ ഇൻസൈറ്റും അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇല്യൂഷനുമാണ്. ഇൻസൈറ്റും ഉണ്ട്, അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഇല്യൂഷൻ. ആ സമഷ്ടിയായിരിക്കുന്ന ഞാനും വ്യഷ്ടിയായിരിക്കുന്ന ഞാനും അവിടെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അവിടെയാണ് ഞാൻ സാക്ഷിയാണെന്നൊരു തോന്നലുണ്ടാകുന്നത്. ഇതും സത്യമല്ല. സഹസ്രാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ മാത്രമാകുന്നു, വേറൊന്നുമില്ല. ഈ ഞാനിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് സമഷ്ടിയായിരിക്കുന്ന ഞാനും ഈഗോ, അതായത് അഹങ്കാരജടിലമായിരിക്കുന്ന അറ്റാച്ച്മെൻറ്റിൻ്റേതായ ബന്ധനങ്ങളോടുകൂടിയ പ്രകൃതിയായി മാറുന്ന ഞാനും. ആ സഹസ്രാരത്തിൽ ബോധാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് അതിൽ ചെന്നെത്തുന്നത്. മനസ്സിൻ്റെ മനസ്സെത്തുന്നതിൻ്റെ സൂചകങ്ങളായിട്ടാണ് കുണ്ടലിനിയെ കാണേണ്ടത്. ഞാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതുപോലെ തെർമോമീറ്ററിൽ പനി കൂടുമ്പോഴത്തേക്കും ആ രസം കയറിക്കൊണ്ട് പോകുന്നത് പോലെ മാനസികാവസ്ഥ അനുസരിച്ച് കുണ്ടലിനി മുകളിലേക്ക് പോകുന്നു സങ്കല്പിക്കണം. അല്ലാതെ തെർമോമീറ്ററിൽ രസം പോകുന്നതനുസരിച്ച് പനി കൂടുകയല്ല, നേരെ തിരിച്ചാണ്. അപ്പോൾ മാനസികാവസ്ഥ അനുസരിച്ചാണ് കുണ്ടലിനിയുടെ ഉയർച്ച. ഈ കുണ്ടലിനിയെ കൃത്രിമമായി ബലം പ്രയോഗിച്ച് ഉയർത്താനുള്ള ഒരു ശ്രമവും ഒരു വശത്ത് നിന്ന് ചില ദർശനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവയ്ക്ക് അതിൻ്റേതായൊരു പ്രസക്തി ഉണ്ടെന്നാലും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവയ്ക്ക് അവിടെ അടങ്ങിയിരിക്കുന്നൊരു ഹിംസാത്മകതയുണ്ട്, അതായത് വയലൻസ് ഉണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഞാൻ ഇത്രയും മുഴുവൻ പറഞ്ഞു തീർക്കാൻ വേണ്ടി അത്രയും പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഹൃദയത്തിനകത്ത് പ്രേമം ഉണ്ടാകുമ്പോഴാണ് സാറ് പറയുന്ന സ്വസ്ഥത ഉണ്ടാകുന്നതെങ്കിൽ ആ സ്വസ്ഥത അവിടെ വച്ച് ബുദ്ധിയുടെ ആവശ്യം എന്ന് പറയുന്ന ഏറ്റവും താഴെയുള്ള നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റിൽ നിന്ന് ഇത്രയും രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തൊട്ടടുത്ത ഇൻസൈറ്റിലേക്ക് പോകുന്നതുകൊണ്ട് ഇൻസൈറ്റ് ഉണ്ടായി കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? ബുദ്ധിയുടെ ആവശ്യം തന്നെ പലപ്പോഴും ഇല്ല. റിഫ്ലക്സുകളിൽ കൂടി നമ്മൾ സത്യം അറിഞ്ഞു തുടങ്ങുന്നു. അവിടെ അസ്വസ്ഥത പൂർണ്ണമായും ഇല്ലാതാകുന്നു. ഇങ്ങനെയാണ് അതിനെ കാണേണ്ടത്. അല്ലാതെ ഒരിക്കലും വെറുതെ നമ്മൾ സംസാരിക്കുന്ന പോലെ അലിവുള്ള ഹൃദയം ഉണ്ടാകുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയും നമുക്കിഷ്ടമുള്ളവരോടൊക്കെ അലിവ് കാണിക്കുകയും നമുക്കിഷ്ടമല്ലാത്ത മതസ്ഥർ, ഇഷ്ടമല്ലാത്ത ജാതികളിലുള്ളവർ, ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർ, ഇഷ്ടമല്ലാത്ത വിശ്വാസ പ്രമാണങ്ങളുള്ളവർ അവരോടൊക്കെ അലിവുണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതിന് സ്വസ്ഥതയുണ്ടാക്കാൻ സാധ്യമല്ല. വിശ്വപ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ എല്ലാത്തിനെയും താനാണ് എന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മാത്രമേ സ്വസ്ഥത ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത സ്വസ്ഥത താൽക്കാലികമായ ഒരു സ്വപ്നമാണ്.